നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ആരായിരിക്കാം നമ്മുടെ അതിഥി? എത്രയോ ജന്മമായി മെലഡിയുടെ അസുലഭ ഗീതം പൊഴിക്കുന്ന നമ്മുടെ സ്വന്തം ശ്രീനിവാസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീനി, നമ്മളിനി കുറച്ച് സമയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പോവുകയാണ്. വൈ നോട്ട് സർ? എന്തൊരു ചെറുപ്പമാണ് ശ്രീനി. അത് ഈ എന്തൊക്കെയുണ്ട് ഡൈസ്റ്റഫ് ഞാൻ പഠിച്ചതാണല്ലോ. ടെക്സ്റ്റൈൽ ഡൈസ്റ്റഫ്സാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ അത് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ പ്രയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണത്. പക്ഷെ അതുകൊണ്ട് മാത്രം വരില്ല. ഇപ്പം മുഖത്തെന്തായാലും നമുക്ക് ഡൈ തേക്കാൻ പറ്റില്ല. അത് പറ്റില്ല. ദാറ്റ്സ് ലുക്ക് സോ യങ്. താങ്ക് യു സർ. ദാറ്റ്സ് ബിക്കോസ് മൈ മ്യൂസിക് ഐ തിങ്ക്. ഒരു പക്ഷേ ശ്രീനിയുടെ ശബ്ദവും അതുപോലെ തന്നെ വയസ്സാകുന്നില്ല. അങ്ങനെ ഐ ഹോപ്പ് എവറിബഡി തിങ്സ് ലൈക്ക് ദാറ്റ്. വളരെ ചെറുപ്പത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സർ. ശ്രീനി ഞങ്ങൾക്ക് വളരെ പ്രിയങ്കരനാണ്. ശ്രീനി, ചില ആൾക്കാർ പറയുന്നു ശ്രീനി തമിഴനാണ്, ചില ആൾക്കാർ പറയുന്നു മലയാളിയായ തമിഴനാണ്, ചില ആൾക്കാർ തമിഴനായ മലയാളിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ശ്രീനി മലയാളി തന്നെ. അത് സന്തോഷമുള്ളൂ എനിക്ക് കേരളത്തിലേക്ക് വരുമ്പോഴേ ഉള്ളൂ ഒരു സത്യം പറഞ്ഞ ഒരു സന്തോഷം. ഒരു സംതിങ് ഹാപ്പൻസ് ടു മീ. അത് നൊസ്റ്റാൾജിയ ആയിരിക്കാം. ട്രിവാൻഡ്രത്തോ കൊച്ചിയോ വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ശ്രീനി യഥാർത്ഥത്തിൽ ഏത് ഭാഷയും തന്മയത്തോടെ കൈകാര്യം ചെയ്യുന്നൊരു ഗായകനാണ്. മലയാളം, തമിഴ്, ഹിന്ദി, അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ മറ്റ് മേഖലകൾ ഇതൊക്കെ നന്നായി, എന്താ പറയുക, യാതൊരുവിധ വിഷമവുമില്ലാതെ കൈകാര്യം ചെയ്യുന്നവരാണ്. ഐ തിങ്ക് ഞാൻ ഒരിക്കലും ഒരു മാസ്റ്റർ അല്ല. ഐ എം എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. മേ ബി അതായിരിക്കാം. ഞാൻ അത്ര സീരിയസ് ആയിട്ട് ലൈഫിന് എടുക്കാറില്ല എന്ന് തോന്നുന്നു. ഐ ട്രൈ ടു എൻജോയ് ലൈഫ്. ഒരു ഏകാഗ്രത കുറവുണ്ടോ? ഒരു കോൺസെൻട്രേഷൻ്റെ കുറവുണ്ടോ? ചെറുതായിട്ട് പോസിബിൾ. ഇടയ്ക്കിരുന്ന് ചിന്തിക്കുമോ കുറച്ചും കൂടി ആ മേഖലയിൽ ഒരു ശ്രദ്ധ ആകാമായിരുന്നു? ഇല്ല. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഇപ്പോൾ ശ്രീനി നിൽക്കുന്ന ആ സ്ഥലത്ത് ശ്രീനി സന്തുഷ്ടനാണ്. വെരി ഹാപ്പി. എനിക്ക് ജീവിതം, ഈ ലൈഫ് ഹാസ് ഗിവൺ മീ മോർ ദാൻ വാട്ട് ഐ എവർ തോട്ട്. പക്ഷെ ഞാനിപ്പോൾ ശ്രീനിയുടെ ഒരു അനാട്ടമി ചെയ്യുകയാണെങ്കിൽ ശ്രീനി വേറെ എവിടെയൊക്കെ എത്തേണ്ടിരുന്ന ഒരാൾ അല്പം താഴെ നിൽക്കുകയാണ്. ഇനിയും പടികൾ കയറേണ്ടിയിരുന്നു, പടികൾ ബാക്കിയാണ്. ശ്രീനി എന്താ കയറാതിരിക്കുന്നത്? വേണ്ട. ബിക്കോസ് ഈ കൂടുതലായിപ്പോയാലല്ല, പിന്നെ യു ഗെറ്റ് ട്രാപ്ഡ് ബൈ യുവർ ഓൺ ഇമേജ്, ബൈ കമേഴ്ഷ്യൽ കമ്പൾഷൻസ്. അതൊന്നും ഇല്ലല്ലോ. ഉയരങ്ങളിലേക്ക് കയറാൻ ശ്രീനിക്ക് പേടിയാണ്? പേടിയല്ല. ഐ വോണ്ട് ടു ബി മൈസെൽഫ് ഓൾവേസ്. ചിലപ്പോൾ ഒരുപാട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യു കാൺട്ട് ബി യുവർ സെൽഫ്. ഇല്ല, ശ്രീനിയുടെ ഇപ്പോൾ പെഡിഗ്രിയിലൊന്നും മാറ്റം വരുന്നില്ല, ശ്രീനിയുടെ മൂറിങ്സിൽ മാറ്റമില്ല, ഓറിയൻറ്റേഷനിൽ മാറ്റമില്ല. കുറച്ചുകൂടി പടിയും കയറി കൂടായിരുന്നു ശ്രീനി? അല്ല, അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി അറ്റ് മൈ കോൾ എൻ്റെ ഹാപ്പിനെസ്സിലായിരിക്കും. എൻ്റെ ഹാപ്പിനെസ്സും കൂടെ വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ശ്രീനി പരിപൂർണ്ണ സംതൃപ്തനാണ്? 100%. ഇൻഫാക്റ്റ് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് ഇതൊക്കെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും തുടങ്ങണമെന്ന്, എന്തെങ്കിലും ചെയ്യണമെന്ന്. നോട്ട് ഇൻ മ്യൂസിക് ഇറ്റ് സെൽഫ്. ചില ആൾക്കാർ പറഞ്ഞു വെച്ചാൽ ശ്രീനിക്ക് ഈ പറഞ്ഞ ശാസ്ത്രീയ സംഗീതത്തിലെ ആ അഭ്യാസമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീനി അങ്ങ് ഉഴപ്പി. ഒരു 19-20 വയസ്സ് ആയപ്പോഴേക്കും ശ്രീനി അങ്ങ് വിട്ടു. അത് വിടാതെ അത് മുറുകെ പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ശ്രീനിക്ക് സംഗീതത്തിന് മുകളിൽ ഒരു അപാര ഗ്രിപ്പ്, ഒരു പിടുത്തം കിട്ടിയത്. മേ ബി അത്. ബട്ട് ദെൻ ഐ വോണ്ട് ഹാവ് ബീൻ ശ്രീനി. ഇനിയിപ്പം ഞാനാണത് പറഞ്ഞതെന്ന് വിചാരിച്ച് ശ്രീനിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകേണ്ട കാര്യം. എനിക്ക് ആരോടും ദേഷ്യം വരില്ല. അതുകൊണ്ട് തന്നെയോട് എനിക്ക് ഐ റിയലി ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂസും. ഐ ഹവ് ഓൾവേസ് എൻജോയ്ഡ് ഇറ്റ്. അതുകൊണ്ട് ഞാനെന്ന് വെച്ചാൽ ശ്രീനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇത് പറയാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാനീ പറഞ്ഞൊരു വാദം സമർത്ഥിക്കാൻ വേണ്ടി. അതായത് ശ്രീനി 19-ാം വയസ്സിൽ ഉപേക്ഷിച്ച
ആ ശാസ്ത്രീയ സംഗീതധാരയെ വീണ്ടും പുണരേണ്ട സമയമായിരിക്കുന്നു. വൈകിട്ടില്ല ശ്രീനി എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരാളതാ വരാൻ പോകുന്നു. ഞാൻ ശ്രീനിയടുത്ത് എനിക്ക് ഒരു കാര്യം മാത്രം ചോദിക്കാനുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് ബേസ് ഉണ്ടായെങ്കിൽ എല്ലാ സോങ്സും എല്ലാ സിസ്റ്റം ഓഫ് മ്യൂസിക്കും വളരെ എളുപ്പം പാടാൻ സാധിക്കും. അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് അത്ര നന്നായിട്ട് പഠിച്ച ശ്രീനി ആഫ്റ്റർ 19 ഇയേഴ്സ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിരുന്നാൽ ആ ക്ലാസിക്കൽ മ്യൂസിക്കിൽ നല്ലതൊരു കരിയർ വന്നിരിക്കുമല്ലോ. ഈ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു മോഹമാണ്. അത് ഈ പ്രോഗ്രാമിൽ കൂടി ഞാൻ ചോദിക്കുകയാണ് ശ്രീനിയടുത്ത്. ശ്രീനി നോക്ക്, ശ്രീനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. എൻ്റെ അച്ഛൻ്റെ അനിയത്തിയാണ്. ഷീസ് പത്മ നാരായണൻ, എൻ്റെ ഗുരുവാണ്, എൻ്റെ ഓൺലി ഗുരു. ഷീസ് എൻ MA ഇൻ മ്യൂസിക്. ഈ പത്മ ആൻറ്റിയാണ് ശ്രീനിക്ക് നാവിലേക്ക് ഇങ്ങനെ സംഗീതം പാടുന്നതല്ലേ? ശരിക്കും ഒരു പക്ഷേ ഈ ആൻറ്റി ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ബീൻ ഹിയർ. ഒരിക്കലും ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഈ ആൻറ്റി ചെന്നൈയിലേക്ക് മാറിയത് കൊണ്ടാണ് ശ്രീനി വീണ്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കിയുള്ള, അത് കഴിഞ്ഞിട്ട് പിന്നെ കിഷോർ കുമാർ, മെഹദി ഹസൻ, സിനിമാ പാട്ട്, പിന്നെ ആരെ പറഞ്ഞ പോലെ 19-ാം വയസ്സ് കഴിഞ്ഞ് ആൻറ്റി അങ്ങ് പോയോടിയിട്ട് പിന്നെ ശ്രീനിക്ക് സംഗീതമല്ല ഭ്രമമായിരുന്നു, ഭ്രാന്തായിരുന്നു എന്നാണ് പറഞ്ഞത്. കിഷോർ കുമാർ, ഈ പറഞ്ഞ മെഹദി ഹസൻ, ഇങ്ങനെയുള്ള ഭ്രമങ്ങളുടെ പുറകെ ആണ് പിന്നെ ശ്രീനി സഞ്ചരിച്ചത്. അത് ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ ഗുഡ് ഇൻ എ വേ. എനിക്ക് ഞാൻ കൊച്ചുകാലത്തിൽ കേട്ട എൻ്റെ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പഠിച്ച ആ ഒരു കർണാട്ടിക് മ്യൂസിക് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ബട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു പ്രോബ്ലി ഐ ഗോട്ട് ദറ്റ് ഫ്രീഡം ടു ലിസൺ ടു വാട്ട് എവർ ഐ വാണ്ടഡ്. ഒരു പക്ഷേ ആൻറ്റി ശ്രീനിയുടെ മുകളിലുള്ള കയ്യങ്ങ് എടുത്ത് അങ്ങ് മാറിയപ്പോഴാണ് ശ്രീനി കുറച്ചും കൂടി സ്വതന്ത്രനായത്. ശരിക്കും അത് ആൻറ്റി കേൾക്കേണ്ടതേക്കാലും. അല്ല, അവരങ്ങനെ കൺട്രോളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ പാടുമ്പോൾ അതിൻ്റെ കൂടെ പോയി എന്തെങ്കിലുമൊക്കെ വായിക്കും. ബട്ട് ഐ ഹവ് നെവർ ലേൺഡ്, ഐ ഹവ് ഓൺലി ലേൺ ഫ്രം ഹർ എ ലിറ്റിൽ ബിറ്റ്. എന്നിട്ട് ഈ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പാട്ട്. ആൻറ്റി വളരെ ഈ പറഞ്ഞ പോലെ കൃത്യമായ കർക്കശക്കാരിയായിരുന്നു, അതെയോ? അങ്ങനെയല്ല, പക്ഷെ ഷീ വാസ് സോ ലേണഡ് ഇൻ മ്യൂസിക്. ഷീ ഈസ് എ ഗ്രേറ്റ് ടീച്ചർ. ഭയങ്കര ഷുവറാണ് ഇതാണ് പാടേണ്ടത്. പിടിച്ചിരുത്തി പാടിക്കും. എനിക്ക് വന്നില്ലെങ്കിൽ ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ വെൻ ഐ വാസ് യങ്, കോളേജിലാണോ സ്കൂളോ കോളേജ്, നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആ തെരുവിൽ നിന്ന് ഇങ്ങനെ നടന്ന് പഴവങ്ങാടിയിലേക്ക് ബസ് പിടിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഐ എം പ്രാക്ടീസിങ് ദറ്റ് പങ്ക. സോ അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ്. അത് പഠിപ്പിച്ചപ്പോൾ വന്നില്ല. അപ്പോൾ അത് പാടിക്കൊണ്ട് പോവാണ്. ആൻറ്റി ഏതെങ്കിലും പ്രത്യേകമായ ഒരു കീർത്തനം ശ്രീനിയെ കൊണ്ട് എപ്പോഴും പഠിപ്പിക്കുമായിരുന്നു ഏതെങ്കിലും? അല്ല, ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക്. ലൈക്ക് പങ്കജലോചന, സരസി ജനാബ്, തൊടിയിൽ. പിന്നെ ഒരുപക്ഷെ ആൻറ്റിക്ക് ആ നൊസ്റ്റാൾജിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കാൻ വേണ്ടി വേണമെങ്കിൽ ഏതെങ്കിലും കീർത്തനം അത് വേണോ ആൻറ്റിക്ക്? ഓക്കെ, എനിക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾ കേൾക്കണ്ടേ? ഒരു കുഴപ്പമില്ല, രണ്ടുപേരും പാടി. ഒരു രണ്ടുപേര് കീർത്തനം പാടി. രാമനാദം ഭജേഹം രാമചന്ദ്ര പൂജിതം രാമനാദം ഭജേഹം രാമചന്ദ്ര പൂജിതം. ഗൗരവമായി സംഗീതത്തെ കാണാൻ ശ്രീനി തയ്യാറാകണമെന്നുള്ളൊരു ഉപദേശം ആൻറ്റി വെച്ചിട്ടുണ്ട്. അത് കുടുംബത്തിൻ്റെ ആഗ്രഹം കൂടിയാണെന്നാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ പറയുകയാണ്. ഒരു മുഴുമിക്കാത്തൊരു ആഗ്രഹമായിട്ടത് നിൽക്കുമോ? കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതൊരു തപസ്സാണ്. ഇറ്റ് ഈസ് ലൈക്ക് പെനൻസ്. ഇത് ചുമ്മാ കുറച്ച് കീർത്തനവും കുറച്ച് കൃതിയും കുറച്ച് രാഗങ്ങളും പഠിച്ചുകൊണ്ട് നമ്മൾ കച്ചേരി നടത്തുക എന്നുള്ളതല്ല. ഇറ്റ്സ് എ ലൈഫ് ലോങ് പെനൻസ്. തിരുവനന്തപുരത്ത് ശ്രീനി ഒരുപക്ഷെ ജീവിതം നന്നായിട്ട് ആസ്വദിച്ചു. ശരിക്കും തിരുവനന്തപുരത്തെ കോളേജ് പഠനകാലത്താണ് ശ്രീനിയായത്. അതന്നെ. ഒരുപാട് സൗഹൃദങ്ങൾ, ഗായകരുമായിട്ടുള്ള വലിയൊരു ബന്ധം,
എന്താണ് ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ, ബ്ലൂ ബേർഡ്സ് ഓർക്കസ്ട്ര. പറന്നു കിടക്കായിരുന്നു. അയ്യോ ഒരിക്കലും മറക്കൂലേ ബ്ലൂ ബേർഡ്സ് ഒന്നും. ഇനി ഒരു പക്ഷേ ശ്രീനിക്ക് ഒരു വരം ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ബ്ലൂ ബേർഡ്സിലെ ഗായകനായി തിരുവനന്തപുരത്ത് ഇങ്ങനെ വിഹരിക്കണമെന്നായിരിക്കും ശ്രീനി ആഗ്രഹിക്കുക എന്ന് ശ്രീനിയുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. ശ്രീനി അത്രത്തോളം ചിയർഫുള്ളായിരുന്നു അവിടെ. എനിക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഐ വാസ് ക്രേസി. ആ പാഷൻ ഉണ്ടോയെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് മ്യൂസിക്കിനോട്. ഐ വാസ് ലൈക്ക് മാഡ് അബൌട്ട് മ്യൂസിക്. ആരൊക്കെയായിരുന്നു ശ്രീനിയുടെ കമ്പനി അന്ന് ബ്ലൂ ബേർഡ്സിൽ ഞാനുണ്ട്, വേണുണ്ട്, വേണുഗോപാൽ, ബാലഗോപാല തമ്പി എന്ന് പറഞ്ഞിട്ടൊരു വെരി ഗുഡ് സിംഗർ, അസാധ്യമായിട്ട്. പിന്നെ ചിത്രയുണ്ട്, സുജാത സ്റ്റാർ അല്ല, യു കാൻ റീച്ച് ഹർ. നോ, കൂടെ പാടിക്കൊണ്ടിരിക്കുന്നതാണ്. യു കാൻ യു ലുക്ക് അറ്റ് ഹർ ലൈക്ക് സ്റ്റാർലെറ്റ് ഐസ്. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് സുദീപ്, രാജീവ് കുമാറാണ് നമ്മുടെ ഓർഗനൈസർ, TK രാജീവ് കുമാർ. ഹി യൂസ് ടു പ്ലേ ദ ഡ്രംസ്, കോങ്കോ. ഈ കമ്പനിയിൽ ഏറ്റവും കുസൃതിയുള്ള ആരായിരുന്നു? ഏറ്റവും ബിരുദൻ രാജീവായിരുന്നു. എനിക്ക് രാജീവ് എന്ന് പറഞ്ഞ ഒരു ഹി വാസ് എന്തൊരു ലൈഫായിരുന്നു രാജീവിന്. രാജീവ് വാസ് ഫുൾ ഓഫ് ലൈഫ്, ഫുൾ ഓഫ് ഹ്യൂമർ. അങ്ങനെ ഒരു രാജീവ് പിന്നീട് പിന്നെ അല്ല ഒരുപാട് കാലം അതൊക്കെ ഉണ്ടായിരുന്നു. നൗ ഓഫ് കോഴ്സ് ലിറ്റിൽ ബിറ്റ് സൈലന്റ്. ശ്രീനിനെ കുരുത്തക്കേടൊക്കെ പഠിപ്പിച്ചാരാണ്? ഏതാ ശ്രീനിനെ കുരുത്തക്കേട്? അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ ചെയ്യുന്നത് അതൊക്കെ. ആരെങ്കിലും പഠിപ്പിക്കണോ? വെറുതെ ചോദിച്ചാൽ അറിയാം. ഇറ്റ്സ് എ ഗാങ് തിങ് അല്ലേ? ഈ ഗാങ്ങിന്റെ ഏറ്റവും വലിയ കുരുത്തക്കേട് ഏതായിരുന്നു? അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. എഡ്യൂക്കേഷണൽ ടൂർ ഗോവയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു എവിടെയെങ്കിലും പോയിട്ട് ഒരു 1 സിപ്പ് ഓഫ് ബിയർ എവിടെയെങ്കിലും കുടിക്കുക, അത്രേ ഉള്ളൂ. ബിയർ അല്ലല്ലോ അന്ന് കഴിച്ചോണ്ടിരുന്നു. ഫെനിയാണോ? ശ്രീനി കള്ളം പറഞ്ഞു തുടങ്ങി. കുഴപ്പമില്ല, ഞാൻ അവിടെ നിർത്തുക. എനിക്ക് ഓർമ്മയില്ല. ശ്രീനിയുടെ കൂട്ടുകാർ പെട്ടെന്ന് അങ്ങ് വളർന്നു. ശ്രീനി അവിടെ അങ്ങ് നിന്നു പകച്ചു നിന്നു. ഒരുപക്ഷെ ശ്രീനി പഠിത്തം കുറച്ചുകൂടി ഗൗരവമായി എടുത്തു, തൊഴിൽ കുറച്ചുകൂടി ഗൗരവമായി എടുത്തു, സംഗീതത്തെ പയ്യെ ഭാഗികമായിട്ടും ഉപേക്ഷിച്ചു. ഒരു പ്രക്രിയ നടന്നു. ശ്രീനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഏകാഗ്രതയുടെ ഒരു കുറവ് വന്നു. എങ്ങോട്ട് പോകണം, ഒരു ചഞ്ചലത എപ്പോഴും. വേണമെങ്കിൽ ശ്രീനിയുടെ കുരുത്തക്കേടിന് ഭാഗവാക്കായിരുന്ന ഒരു സുഹൃത്തിനെ ഞാൻ കൊണ്ടുവരാം അവിടെ വേണമെങ്കിൽ. ശ്രീനി, നിനക്കിതൊരു സർപ്രൈസ് ആയിരിക്കും. പല കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് സംഭവിക്കുന്നത്. അതുപോലൊരു സർപ്രൈസായിട്ട് നീ ഇത് കൂട്ടിയാൽ മതി. നീ ആയിട്ടുള്ള അസോസിയേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്തായാലും തീർച്ചയായിട്ടും ഒരു 40 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ പ്രായം വെളിപ്പെടുത്തേണ്ടി വരും. ഇതിനിടയിൽ ഈ കരിയർ എന്ന് പറയുന്ന പലപ്പോഴും ആശയുടെയും നിരാശയുടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പെൻഡുലം പോലെ ആടുന്നൊരവസ്ഥ, അതിലൂടെ ഞാനും നീയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ എവിടെയെങ്കിലും നിനക്ക് സിനിമയല്ല, സംഗീതം അല്ല, അല്ലെങ്കിൽ സിനിമാ സംഗീതമല്ല എൻ്റെ വേദി, ഇത് വിട്ട് വേറെ എന്തെങ്കിലും തന്നെ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നീ സത്യസന്ധമായിട്ട് പറയണം. ശ്രീനി വൈകിയാണ് സംഗീതത്തിൻ്റെ ഒരു മുഴുനീള ഭാവം എടുത്തണിയുന്നത്. ആ സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശ്രീനി ഒരുപാട് ട്രൈ ചെയ്തു, ചിലത് നടക്കുന്നില്ല. അതിൻ്റെ ഘട്ടത്തിൽ ഇത് വേണ്ടായിരുന്നു, പഴയ ആ തൊഴിലിലേക്ക് മടങ്ങിപ്പോകാമായിരുന്നു എന്നൊരുപാട് ചിന്തിച്ചിട്ടുണ്ടാകും. ഇല്ല, നടന്നില്ലെങ്കിലേ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടി വരുന്ന വാശി. ദെൻ യു ഷുഡ് ഡു ഇറ്റ്. ചില കാര്യങ്ങൾ, ചില പാട്ടുകൾ, ഈവൻ വെൻ ഐ സാങ് ഫോർ റഹ്മാൻ, ഈ ട്രാക്ക് പാടുമ്പോൾ റഹ്മാൻ വലിയ ഇഷ്ടമാവും. എൻ്റെ ഡയറക്ടർ വിൽ സേ നോ. റഹ്മാൻ ഇഷ്ടമായിട്ട് ഹിസ് എൻജിനീയർ വിൽ സേ ദറ്റ് നോ, ഐ തിങ്ക് വിൽ ട്രൈ എസ്റ്റാബ്ലിഷ്ഡ് വോയിസ്. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ വന്നിട്ടുണ്ട് ആ സമയത്ത്. ആൻഡ് നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള സിംഗേഴ്സും പാടുന്നുണ്ട്. സോ യു ഒരു 1-2 കൊല്ലം യു ഡിഡ് ഫീൽ ദാറ്റ് ഓ മൈ ഗോഡ്, ആം ഐ ഗോയിങ് ടു മിസ് ദ ബസ്.
കറക്റ്റ്, അതാണ് വേണം ഉദ്ദേശിച്ചത്. അതാണ് ഒരു ദാറ്റ് ഇസ് അബൌട്ട് ഈ ബിറ്റ്വീൻ 94 and 96. 96 കഴിഞ്ഞിട്ട് ദർ ഇസ് നോ ലുക്കിംഗ് ബാക്ക്. നോ ലുക്കിംഗ് ബാക്ക്. ഷീനി ഒരു 10 വർഷക്കാലം ഷീനി ഒരു എന്താണ് കെമിക്കൽ എഞ്ചിനീയർ, യെസ്, മാർക്കറ്റിംഗ് ഹെഡ്, പ്രൊഫഷണൽ. ഒരു വല്ലാത്തൊരു ജീവിതം. ഒരുപക്ഷെ ശ്രീനി എന്നുള്ള ഗായകനെ ഭാഗികമായിട്ട് കൊല്ലാൻ ശ്രമിച്ചൊരു മേഖലയാണ്. കൊന്നില്ലല്ലോ, കൊന്നില്ല, പക്ഷെ ഒരു 10 പതിറ്റാണ്ട് കാലം ഷീനി അങ്ങ് മാറി നിന്ന് പോയി. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ ഷീനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയായി മാറിയത്. രണ്ട് കാര്യം, യു ക്യാൻ റിഗ്രറ്റ് ഇഫ് യു വോണ്ട് ടു, ബിക്കോസ് ആസ് എൻ ആർട്ടിസ്റ്റ് ദ ബെസ്റ്റ് ടൈം, ഒരു സിംഗർക്ക് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് വോയിസ് നമ്മൾ എന്ത് വിചാരിച്ചാലും പാടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിറ്റ്വീൻ 20 and 40 or 45. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് നോട്ട് അത്രയ്ക്കും ഈസി അല്ല. സോ മൈ ബെസ്റ്റ് പീരിയഡ് ഐ ഡിഡ് നോട്ട്, ഐ സാങ് വെരി ലിറ്റിൽ, കുറച്ചേ പാടിയിട്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ. ബട്ട് ഐ ആം ഓക്കെ വിത്ത് ദാറ്റ് ബിക്കോസ് ഈ മാർക്കറ്റിംഗ് ടോട്ട് മീ ലൈഫ്. ഈ മാർക്കറ്റിംഗ് അപ്പാർട്ട് ഫ്രം മറ്റേ ഈ കെമിക്കൽ സാധനങ്ങളല്ലാതെ, എൻജിനീയറിംഗ് ഒന്നും അല്ലാതെ, ഇറ്റ് ടോട്ട് മീ വാട്ട് ലൈഫ് ഇസ് ഓൾ അബൌട്ട്. ഇറ്റ് ടോട്ട് മീ വാട്ട് ഹ്യൂമൻ ബീയിങ്സ് ആ. നമ്മൾ ഈ ഇന്നസെൻ്റ് ആയിട്ടാണല്ലോ ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ കംപ്ലീറ്റ്ലി ഇന്നസെൻറ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ബോംബെയിൽ പോയിട്ട് ആദ്യമായിട്ട് when I came back by Jayanti Janata to Trivandrum, ബോംബെയിൽ കോളേജിൽ പോയിട്ട് ആ ഹോളിഡേയ്സിന് വേണ്ടി വരുമ്പോൾ കേരളം എത്തുമ്പോൾ, ട്രിവാൻഡ്രമൊക്കെ എത്തുമ്പോൾ ഇറ്റ് ഈസ് ആസ് ദോ എവ്രിബഡി ഈസ് വെൽക്കമിങ് മീ. എനിക്ക് വേണ്ടിയിട്ടാണ് ഈ വെൽക്കം, എവ്രി വൺ ഇസ് സ്മൈലിംഗ് അറ്റ് മീ എന്നുള്ളൊരു ഫീലിംഗാണ് കിട്ടിയത്. സോ അത്രയും ഐ വാസ് ഇന്നസെൻറ്റ്. ദാറ്റ് ഇന്നസെൻസ് had to be broken only when I came into marketing. ഒരുപാട് കാലത്ത് അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ഈ ലോകം എങ്ങനെയാണ്, ഈ ആൾക്കാർ പറയുന്നതല്ല, അത് ദർ ഇസ് എ മീനിങ് ബിയോണ്ട് വാട്ട് ദേ സേ എന്നുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഷീനിയുടെ അടുത്ത സുഹൃത്ത് TK രാജീവ് കുമാർ, രാജീവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 10 വർഷക്കാലം ഷീനി യഥാർത്ഥത്തിൽ ജീവിച്ചത് കിഷോർ കുമാർ ഉള്ളതുകൊണ്ടാണെന്ന്. കിഷോർ കുമാറിൻ്റെ പാട്ടുകളാണ് ശ്രീനിയെ ഒരു ഗായകനായി നിലനിർത്തിയത്. ഓക്കെ, വേണമെങ്കിൽ വേറൊരാളുടെ ഒരു സംഭാഷണത്തിലേക്ക് പോകാം. No one loves Kishore Kumar more than Srini. Even his own son or his greatest admirer, or I don't know whether even Kishore Kumar's mother loved Kishore Kumar as much as Srini loves him. Srini ആണ് ഏറ്റവും വലിയ Kishore Kumar fan, and I have enjoyed so many songs of Kishore Kumar. Srini പാടുന്നത് അത് കേട്ടിട്ട് ഞാൻ കിഷോർ കുമാറിനെ ഇനിയും അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ലവ് യു ശ്രീനി, ഓൾ ദി ബെസ്റ്റ്. ശ്രീനി, അപ്പം സ്വാഭാവികമായിട്ടും കിഷോർ കുമാറിനോട് നമുക്കൊരു കടപ്പാടുണ്ട്. പിന്നെ രാജീവ് മേനോൻ പറഞ്ഞു ശ്രീനി ഇവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു പാട്ട് പാടിപ്പിക്കണം കിഷോർ കുമാർ. ഓഫ് കോഴ്സ്, കിഷോർ കുമാർ എനി ഡേ ഐ ആം റെഡി. ഓക്കെ. मेरे सामने वाली खिड़की में एक चांद सा टुकड़ा रहता है, अफसोस है ये कि वो हमसे कुछ उकड़ा उकड़ा रहता है. मेरे सामने वाली खिड़की में एक चांद सा टुकड़ा रहता है. ശ്രീനി 10 വർഷക്കാലം മാർക്കറ്റിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞ് ജീവിച്ചു. കിഷോർ കുമാറൊക്കെ കൂടെയുള്ളതുകൊണ്ട്, മേധിഹാസനൊക്കെ കൂടെയുള്ളതുകൊണ്ട് സംഗീതത്തെ വിട്ടില്ല. ഒരു സുപ്രഭാതത്തെല്ലാം അവസാനിപ്പിച്ച് ശ്രീനി ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നു. ഇനി എൻ്റെ ജീവിതം സംഗീതം. ആ തീരുമാനം എടുക്കാൻ എന്താണ് പ്രേരകമായത്? വലിയൊരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ? റോജ എന്നുള്ള അന്ന് കോയമ്പത്തൂരിലുള്ള ജീവിതമാണ്. ഞാനൊരു കമ്പനിയുടെ റീജിയണൽ ഹെഡാണ് ഫോർ സൗത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ബട്ട് കോയമ്പത്തൂരിലാണ് ഞങ്ങളുടെ റീജിയണൽ ഓഫീസ്. തിരുപ്പൂറാണ് ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്. സോ ആ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കര ചാലഞ്ച് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ചാലഞ്ച് വാസ് സക്സസ്ഫുൾ. ഒരു 2 lakhs per month to 80 lakhs per month ഇറ്റ് വെൻറ്റ്. അത് എനിക്കൊന്നും കിട്ടിയില്ല, ബട്ട് ദ കമ്പനി വാസ് വെരി ഹാപ്പി വിത്ത് മീ. So that's why they promoted me to Southeast Asia and South India.
ബട്ട് ആ സമയത്ത് ഞാനും എൻ്റെ വൈഫും വി വെൻറ്റ് ടു സീ റോജ സിനിമ കാണാൻ പോയി കോയമ്പത്തൂരിൽ. ആ റോജ കണ്ടപ്പോൾ മണിരത്നം ഫിലിമായിട്ടാണ് നമ്മൾ അതിനാണ് പോയി കാണുന്നത്. മണിരത്നം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഉഗ്രം ഫിലിമായിരിക്കും, ആ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. അവിടെ പോയി അപ്പോൾ ഇളയരാജയാണ് മ്യൂസിക്. ഇളയരാജയുടെ ഡൈ ഹാർഡ് ഫാനാണ്. ഇളയരാജാസ് മ്യൂസിക്. സോ അവിടെ പോയി കാണുമ്പോൾ ദിസ് മ്യൂസിക് ഇസ് സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇതാരാണ് ഈ മ്യൂസിക്? ഇതുവരെ കേൾക്കാത്ത ഒരു സൗണ്ടും ഇതുവരെ കേൾക്കാത്ത ഒരു മ്യൂസിക്കായിരുന്നു. ആ ചിന്ന ചിന്ന ആസை എന്നുള്ള പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹരിഹരൻ്റെ തമിഴ സുജാത, റീ എൻട്രി ഓഫ് സുജാത, പുതുവെള്ളൈ മഴ, ഇതൊക്കെ പിന്നെ അതിൻ്റെ റീ റെക്കോർഡിങ് അതിൻ്റെ ലവ് തീം, ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. അപ്പോൾ ഇതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ സാറിന് ഇളയരാജ ഇത് കഴിഞ്ഞാൽ വേറെ മ്യൂസിക് ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ദെൻ യു ഹിയർ ദിസ്. അടുത്ത ദിവസം പോയിട്ട് ആ കാസറ്റ് മേടിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ റേസ് കോഴ്സ് റോഡിൽ കോയമ്പത്തൂരിൽ എൻ്റെ സ്കൂട്ടറും കൊണ്ട് എൻ്റെ ഹെഡ്ഫോണും കൊണ്ട് എൻ്റെ വാക്ക്മാനും വെച്ചുകൊണ്ട് ഐ മസ്റ്റ് ഹവ് ഹേർഡ് റോജ അറ്റ്ലീസ്റ്റ് അബൌട്ട് 20 times ബാക്ക് ടു ബാക്ക് ദ നെക്സ്റ്റ് ഡേ. പാട്ട് പാടിക്കൊണ്ടേയിരുന്നു? അല്ല, കേട്ടു. പിന്നെ പാടി. പിന്നെ ഇതെന്താണ് എന്നുള്ള. പിന്നെ ഐ കോൾഡ് അപ്പ് രാജീവ് കുമാർ സ്ട്രേറ്റ്. എൻ്റെ സുഹൃത്താണല്ലോ. രാജീവിനെ എങ്ങനെയോ അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല. പിന്നെ രാജീവിനെ തപ്പിപ്പിടിച്ച് വിളിച്ചു. ഇത് ആരാണ് ഈ മ്യൂസിക് ചെയ്തത്? അത് നമ്മുടെ ആർ കെ ശേഖറിൻ്റെ മകൻ. അത് എനിക്കൊന്നും കാണണമല്ലോ, അത് നമുക്ക് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ജിജോനെ വിളിച്ചു പറഞ്ഞു. ജിജോ സാർ, നവോദയയിലെ ജിജോ സാറിനെ വിളിച്ചു പറഞ്ഞു. ജിജോ റഹ്മാനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ മദ്രാസിൽ പോയി, എനിക്ക് കാണണം റഹ്മാനെ. സോ ജിജോ ഇസ് കോളിംഗ് റഹ്മാൻ. there is this person who wants to sing for you is here with me. But does he have a cassette എന്തെന്നോ ചോദിക്കുകയാണ് അവിടെ നിന്ന്. എനിക്ക് തൻ്റെ കാസറ്റ് എല്ലാം ഉണ്ടോ ഇവിടെ കാണുമല്ലോ എന്തെങ്കിലും തൻ്റെ കാസറ്റ് എന്ന്. ഞാനൊരു ബാത്റൂം സിംഗർ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് തന്നെ പറഞ്ഞു, ഓ ഈസ് എ ബാത്റൂം സിംഗർ. അപ്പോൾ റഹ്മാൻ്റെ അവിടെ നിന്ന് മറുപടി, യു സെൻഡ് ഹിം നൗ. ഇഫ് ഈസ് എ ബാത്റൂം സിംഗർ അതാണ് വേണ്ടത്. ഹി വാണ്ട് സമൺ ഫ്രഷ്. സോ ഐ വെൻറ്റ് ആൻഡ് ഐ സാങ് ഓൺ ഗസൽ. എന്താ പാടിയെന്ന്? മേദിയസിൻ്റെ ഗസലാണ് പാടിയത്. ഓർമ്മയുണ്ട്? മേ ബി फूल ही फूल खिल उठे मेरे पैमाने में, आप क्या आए बहार आ गई मैं खाने में, फूल ही फूल खिल उठे मेरे पैमाने में. ഇതാണ് പാടുന്നത്. And then he said, oh, you've learned Hindustani? I said, I have not learned anything, but I am crazy about singing and I really love your songs. I want to sing for you. Okay, where are you? You're Chennai only? Madras only? അന്ന് മദ്രാസ് ആയിരുന്നല്ലോ. I said, yeah, I'm in Coimbatore. Oh, then it's a problem, because we need singers at short notice. അപ്പോൾ ഓക്കെ, ഇവിടെ മദ്രാസിൽ വന്നു കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കൂ, എന്നെ ഒന്ന് കാണൂ. ദാറ്റ് വാസ് ഇനഫ് ഫോർ മീ. സോ അത് ട്രിഗറായി. ഞാൻ കമ്പനിയിൽ എനിക്ക് എൻ്റെ അച്ഛനമ്മയ്ക്കൊന്നും സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കമ്പനി ഐ ഷിഫ്റ്റഡ് ടു ചെന്നൈ. ജോലി രാജിവെച്ചില്ല. രാജിവെക്കാൻ പറ്റില്ലല്ലോ, ലീവ് കൊടുത്തു. ഐ am already married with a kid. എങ്ങനെ രാജിവെക്കും? ഭാര്യ പറഞ്ഞില്ലേ ഒരു കാരണവശാലും ജോലി രാജിവെക്കാൻ പാടില്ല. അതാണ്, ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്, ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. മൈ വൈഫ് just does not interfere with my professional decisions. 100%. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യ മാത്രമാണ്. എൻ്റെ അച്ഛൻ, ഞാൻ ജോലി കളഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും he got so wild with me. ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് നീ എന്താ തെരുവിൽ പിച്ചെടുക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചു.
പക്ഷെ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഭാര്യ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് പോകാം. അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛന് അല്ല വ്യക്തമായി, അതായത് അച്ഛൻ്റെ പേടി. സപ്പോർട്ട് ചെയ്തു. ഭാര്യ പറഞ്ഞു യുവർ ഹാപ്പിനെസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. I know that you can take care of me and I'll live within whatever you give me. ഒരുപക്ഷെ ഭാര്യ നോ പറഞ്ഞാലും ശ്രീനി രാജിവെക്കും എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ട് ഭാര്യ വളരെ നമ്മുടെ കൂടെ നിന്നേക്കാന്ന് വിചാരിച്ചാണ്. അങ്ങനെയല്ല, എൻ്റെ ഭാര്യ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ഷീസ് മൈ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ആൻഡ് ഷീസ് എ വെരി സ്പെഷ്യൽ പേഴ്സൺ ഫോർ മീ. ആ ഒരു സ്ട്രെങ്ത് ശ്രീനി തിരിച്ചു കൊടുക്കുന്നുണ്ടോ? അത് യു ഹാവ് ടു ആസ്ക് ഹർ. അത് ചോദിക്കണം, പറയാൻ പോകുന്നത് കേട്ടോണം. ഓക്കെ, എന്താണ് എനിക്ക് അതെന്തെങ്കിലും പാര വെച്ച് കാണും ആരെങ്കിലും. നോക്കിയോളൂ എന്താ പറയാൻ പോകുന്നത്. Do you think I should join Twitter or Facebook since most of the time you spend on iPad or laptop? But she's laughing. അല്ല, she's laughing. എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എൻ്റെ വൈഫ്. പക്ഷേ so this proves that നമ്മൾ പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇത്ര കാലം വിശ്വസിച്ച ഒരു പെണ്ണാണ് കേട്ടോ. എന്താ പബ്ലിക്കായിട്ട് നമ്മൾ ഡെമോളിഷ് ചെയ്ത് കഴിഞ്ഞു. അല്ല, ഐ നോ ഷീസ് അല്ല, നമ്മൾ ഒരു റെക്കോർഡിങ് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സിയോ എന്തെങ്കിലും സംതിങ് വിൽ ഹാപ്പൻ ഓൺ ഫേസ്ബുക്ക്, അതൊക്കെ നോക്കിയിരിക്കുമ്പോൾ അതാണ് നമ്മുടെ ഒരു റിലീഫ്. ഇനിയിപ്പോൾ ശ്രീനി വേണം അതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടി പല കാര്യങ്ങളും പറയും. പക്ഷെ ഭാര്യ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ പറഞ്ഞ പോലെ ശ്രീനിയുടെ ശ്രദ്ധ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാനും പിള്ളേരൊന്നും അല്ല. ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക്, ഐപാഡ്, ലാപ്ടോപ്പ്, യൂട്യൂബ്, ഇങ്ങനെ സോഷ്യൽ നെറ്റ്വർക്കിങ്. ഭാര്യ ഇത് കണ്ട പരസ്യമായിട്ട് ഇത്രയും പറഞ്ഞെങ്കിൽ രഹസ്യമായിട്ട് എന്തെല്ലാം പറയുമായിരുന്നു ആക്ച്വലി. അതെ, അപ്പൊ then you think ഞാൻ എത്ര നല്ലവനാണ്. ആക്ച്വലി എന്നോട് എന്താണെന്നറിയോ ശ്രീനി ഭാര്യ പറഞ്ഞേ, ഞാൻ ഇങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഇനി വീട്ടിൽ വരുമ്പോൾ ഈ മനുഷ്യൻ കുറച്ച് സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ അഭിമുഖത്തിന് ശേഷം ശ്രീനിയുടെ വീട്ടിലെ പെരുമാറ്റത്തിൽ കുറച്ച് മാറ്റം ഉണ്ടാവുമോ? കൂടുതലാവും. യൂട്യൂബ്, ഫേസ്ബുക്ക് കൂടുതലാവും. ഒരു പ്രതികാരം വിട്ടാനുള്ള പരിപാടിയാണ്. അതന്നെ, ഇത്രയും പറഞ്ഞത് ഇനി പറഞ്ഞ സ്ഥിതിക്ക് ആകാലോ അല്ലേ. ഇനി എനിക്ക് പ്രശ്നമല്ലല്ലോ, ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് ശ്രീനി ഒരുപക്ഷെ ശ്രീനിയുടെ ജീവിതം റഹ്മാനുമായിട്ട് ചേരട്ടെ എന്ന് എവിടെയോ തീരുമാനിച്ചിട്ടുണ്ടാവും. ആയിരിക്കാം. നോക്കാം വേണമെങ്കിൽ. Hi Srini, how are you? My question to you is, A.R. Rahman കൂടെ ഇത്തന വേല ചെയ്തിട്ടുണ്ട്, ഞങ്ങളോട് എന്താ എക്സ്പീരിയൻസ് ആണ്? ശ്രീനി ശങ്കർ മഹാദേവൻ ഇന്ന് വലിയൊരു നിലയിൽ നിൽക്കുന്ന ഒരാളാണ്. ശ്രീനിയുടെ വളരെ അടുത്ത സുഹൃത്താണ്. ശ്രീനിയായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച് ശങ്കർ വാചാലനാകാറുണ്ട്. അദ്ദേഹം അടിവരട്ടതാണ് റഹ്മാനാണ് ഈ കെമിക്കൽ എഞ്ചിനീയറുടെ രസതന്ത്രം യഥാർത്ഥത്തിൽ തീരുമാനിച്ചത്. റഹ്മാൻ ശരിക്കും ഈസ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് എവർ ഐ ആം. ശരിക്കും ഞാനിവിടെ വട്ടെവർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് റഹ്മാൻ എൻ്റെ ജീവിതത്തിൽ. ബിക്കോസ് ഹീ മെയ്ഡ് മീ റിയലൈസ് മൈ മ്യൂസിക്കൽ ആസ്പിറേഷൻസ്. അത് നിങ്ങൾ പറഞ്ഞ ഈ 35 വയസ്സിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാനൊരു റോ സിംഗറായിട്ടാണ് പോകുന്നത്. ഞാനൊരു കമ്പനിയിൽ വലിയൊരു ആളായിരിക്കാം, ബട്ട് ഐ എം നോ ബഡി. മ്യൂസിക്കിലൊന്നുമല്ല. മൈക്കിൻ്റെ മുമ്പിൽ പാടാൻ അറിഞ്ഞൂടാ, ഇപ്പോഴും അറിഞ്ഞൂടാ. അപ്പോൾ ഹെഡ്ഫോണ് മൈക്ക് വെച്ചാൽ ഇങ്ങനെ ശബ്ദം വരുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ആളായിട്ടാണ് ഞാൻ പോകുന്നത്. ബട്ട് ഹീ ഫൗണ്ട് ദാറ്റ് ഐ ഹാഡ് സം പൊട്ടൻഷ്യൽ. അങ്ങനെ നർച്ചർ ചെയ്താണ് ഹീ ഗോട്ട് ഔട്ട് ദ ബെസ്റ്റ് ഓഫ് മീ. ഇൻഫാക്ട് എൻ്റെ സ്റ്റൈലിൽ പാടാൻ പറ്റിയ പാട്ടുകൾ ചിലപ്പോൾ കുറവായിരിക്കും. എനിക്ക് ഇതും പാടാൻ പറ്റും എന്നുള്ള കാര്യം സംതിങ് എൽസ് ഓൾസോ ഹി മെയ്ഡ് മീ. ശങ്കറിന് പിന്നെ ഒരാഗ്രഹമുണ്ട് ശ്രീനി റഹ്മാൻ്റെ ഒരു പാട്ട് പാടും. മിൻസാരപ്പൂവേ അത് രജനി സാറിന് പാടിയ പാട്ടാണ് ഞാൻ. അത് വെറും ട്രാക്കായിട്ടാണ് പാടുന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ദാറ്റ് ഈസ് എ ചേഞ്ചിങ്, ദാറ്റ്സ് അഗെയിൻ വൺ ഗെയിം ചേഞ്ചിങ്, ലൈഫ് ചേഞ്ചിങ് തിങ് ഫോർ മീ. മിൻസാരപ്പൂവേ എന്നുള്ള പാട്ട്
ആദ്യം ഒരു ഫീമെയിൽ സോളോ ആയിട്ടാണ് കമ്പോസ് ചെയ്യുന്നത്. ഒരു ദിവസം സഡനായിട്ട് എന്നെ വിളിച്ച് റഹ്മാൻ വിളിച്ചു, ഇങ്ങനെ എൻ്റെ ശരണം അല്ല പല്ലവി ഫ്രഷായിട്ട് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഡുവറ്റാണ്. സോ നിത്യശ്രീ ഈസ് കമ്മിങ്, ഷീ ഈസ് എ ക്ലാസിക്കൽ സിംഗർ, യു ടീച്ച് ഹർ ദ സോങ് ആൻഡ് യു സിംഗ് ദ ട്രാക്ക്, ബിക്കോസ് അത് ഹരിഹരൻ ആണ് പാടുന്നത്. ഹീ ഈസ് നോട്ട് അവൈലബിൾ നൗ, യു സിംഗ് ദ ട്രാക്ക്. അപ്പോൾ സോ I teach Nityashree the song. Suddenly Rajini sir walks in, very humble. മനസ്സിലാവത്തില്ല രജനി സാറാണെന്ന്. വൺ ലുങ്കി, വൺ ടീഷർട്ട്, നോ താടിയൊന്നും പഠിച്ചിട്ടില്ല, ബട്ട് വെരി എല്ലാവരും അവിടെ ജോലി ചെയ്യുന്ന പയ്യൻ നോക്കി വണക്കങ്ക, ജെനുവിൻ, നോട്ട് പുട്ടോണല്ല, ആർട്ടിഫിഷ്യാലിറ്റി അല്ല, എല്ലാവരുടെ അടുത്തും ഇങ്ങനെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. അപ്പം നിത്യശ്രീ വന്നു, ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നിത്യശ്രീ അകത്ത് വന്നു, ദിസ് ലൈൻ ലൈക്ക് ഇങ്ങനെ പാടട്ടോ എന്ന് ചോദിച്ചപ്പോൾ റഹ്മാൻ ഇങ്ങനെ ജെസ്റ്റർ ചെയ്യാണ്, ഷിനി നീ ചൊല്ലിക്കൊടു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രജനി സർ. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് നിത്യശ്രീ ഷി സാങ് ഫോർ 2.5 hours. അത് പാടിയത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നിങ്ങൾ പറഞ്ഞ ഈ എൻ്റെ ആൻറ്റി പറഞ്ഞ കർണാട്ടിക് മ്യൂസിക്കിലല്ലേ നീ വരേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അപ്പോൾ ഞാൻ കർണാട്ടിക് അന്ന് കുറച്ചും കൂടി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടത് ആയിരുന്നല്ലോ എന്നൊക്കെ തോന്നി എനിക്ക് അന്ന്. ആഫ്റ്റർ ദാറ്റ് ഷീ ലെഫ്റ്റ്, ഞാൻ കയറി പാടി. അതെനിക്ക് ഞാൻ ട്രാക്കാണല്ലോ, അപ്പോൾ 10 മിനിറ്റ് ഉള്ളപ്പോൾ റഹ്മാൻ സീക്രം പാട് യു ഡോണ്ട് ഹാവ് ടൈം. ഒരു ലിറിക്കൊക്കെ കൂടുതലുണ്ടായിരുന്നു, അതൊക്കെ യു ഡു സംതിങ് ആൻഡ് ഫിനിഷ് ഇറ്റ് ഓഫ് എന്നുള്ളൊരു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ലിറിക്ക് അപ്പം തന്നെ കട്ട് ചെയ്ത്, അതാണ് ഇത് നീ ഞാൻ എன்ற പോട്ടിയല്ല നീ ആടയിട്ട് ചൂടിക്കൊള്ള ആൺകൾ പൂക്കളല്ല. അത് ഐ കട്ട് ഡൗൺ ദോസ് ലിറിക്സ് ടു ദിസ്. സോ യു ഹാവ് ടു ഡു ദാറ്റ് അണ്ടർ പ്രഷർ. അപ്പോൾ ബട്ട് അന്ന് വീട്ടിൽ പോകുമ്പോൾ ഐ ഫെൽറ്റ് നമ്മൾ I think maybe I should, maybe this is not the right field for me. You know, Nityashree is so qualified. Okay. After 1 week, Rahman called me again, വേറെ എന്തിനോ. അപ്പോൾ റഹ്മാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ റഹ്മാൻ മാത്രമുള്ള സമയത്ത് I said, see that day Nityashree sang and I felt so humbled, I felt so bad, you know. That kind of knowledge. And then he looked at me. She's great. I agree. Nee paadnadala edho or vishayam irundhathu. That is also special, is it? I really don't. It came out tough like a bullet. ഇൻസ്റ്റൻ്റ് ആയിട്ട് നീ പാടിയതിൽ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നീ മറക്കല്ല. റഹ്മാൻ ആദ്യമായിട്ടാണോ ഷീനിയോട്? ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് എന്നെ ഇങ്ങനെ ബുള്ളറ്റ് പോലെ ഇങ്ങനെ, ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട്, കയറി പിടിച്ചു. That changed my life. Finally what happened? Hariji came and sang. Rajini sir and Rahman decide ഷീനിയുടെ വേർഷനാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഫൈനലി മൈ വേർഷൻ ബിക്കെയിം ഓക്കെ. ഐ ഗോട്ട് ദ സ്റ്റേറ്റ് അവാർഡ് ഫോർ ദാറ്റ്. സോ മിൻസാരപ്പൂവേ പെൺപൂവേ മെയ് തീണ്ട വേണ്ടും എന്നോട് വാരായ് എന്നാസയോസ കേളായ് മാലയിൽ പൊന്മാർബിനിൽ நான் துயில் கொள்ள வேண்டும் காலையில் உன் கண்களில் நான் வெயில் காய வேண்டும் சகியே 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 என் இசைக்கும் அசைக்கும் பூசைக்கும் நீ வேண்டும் மின்சார பூவே. ശരി, ഒരു മാർക്കറ്റിംഗ് ഹെഡിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാൻ 2 മഹാപ്രതിഭകൾ വേണ്ടി വന്നു, റഹ്മാനും രജനീകാന്ത്. ഒരുപക്ഷെ രജനീകാന്ത് പറഞ്ഞില്ലായിരുന്നു, ചിലപ്പോൾ റഹ്മാൻ ഹരിജിയുടെ
ശബ്ദം തന്നെയായിരിക്കും എടുക്കുക. രജനി സാറും കൂടി പറഞ്ഞുകൂടിയിട്ടായിരിക്കും ഒരു പക്ഷേ റഹ്മാന് മനസ്സിലായി. തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണ് മറ്റാൾക്കാരും ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രണ്ട് മഹത് വ്യക്തികളുടെ സ്പർശം കിട്ടിയിട്ടുള്ള അപൂർവം ഗായകർ മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിക്കും എനിക്ക് ദാറ്റ്സ് വൈ ഐ എം സോ ബ്ലെസ്ഡ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത്രയ്ക്കും എനിക്ക് ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ലൈഫ്. ഇത് കിട്ടിയില്ലായിരുന്നെങ്കിലും ഞാൻ സിംഗർ ഒരുപാട് പാട്ടുകൾ എനിക്ക് കിട്ടി. ബട്ട് ദിസ് സോങ് വാസ് ഗെയിം ചേഞ്ചിങ്. അതുപോലെ ഷീനയുടെ ജീവിതം മാറ്റിമറിച്ച മറ്റൊരു സിനിമയാണ് നമ്മവർ. ആദ്യത്തെ 94 മഹേഷിൻ്റെ സംഗീതത്തിൽ എനിക്കത് ശ്രീനിയുടെ ഗ്രാഫ് അവിടെയാണ് തെളിഞ്ഞത്. ആദ്യം അവിടെ തെളിഞ്ഞത്. ബട്ട് ഇഫ് യു സീ റഹ്മാൻ്റെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ദെൻ എവ്രിബഡി എൽസ് വിൽ കോൾ. ഇൻഡസ്ട്രിയിൽ ബാക്കിയുള്ള ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. ഞാനൊരു അറിയപ്പെട്ട പാട്ടുകാരനായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ വന്നു. ഈ നമ്മൂറിൽ ഞാൻ 94 പാടിക്കഴിഞ്ഞിട്ട് അത് മഹേഷ് ആയതുകൊണ്ട്, മഹേഷ് നല്ല മനുഷ്യൻ, മഹേഷ് നല്ല മ്യൂസിഷ്യൻ. ഹി ഡൈഡ് ഓഫ് ക്യാൻസർ ലേറ്റർ ഓൺ. മഹേഷിനെ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഓൾവേസ് ഹീസ് ദ പേഴ്സൺ ഹു ഗേവ് മീ മൈ ഫസ്റ്റ് ബ്രേക്ക്. മഹേഷ് വലിയൊരു ധൈര്യം കാണിച്ച ശ്രീനിക്ക് വലിയൊരു അവസരം തന്നത് കമൽഹാസൻ്റെ ഫിലിമിൽ ആദ്യമായിട്ട്. ശരിക്കും ദാറ്റ് ഈസ് എ മച്ച് ബിഗർ ബ്രേക്ക് ആക്ച്വലി. പക്ഷേ ശ്രീനി പാടിയത് തെളിയിച്ചത്. പക്ഷെ എങ്കിൽ പോലും ഈ പറഞ്ഞൊരു ISI സ്റ്റാമ്പ് കിട്ടണമെങ്കിൽ റഹ്മാന് വേണ്ടി വന്നു. തീർച്ചയായിട്ടും നമ്മവറിനോട് അല്ലെങ്കിൽ മഹേഷിനോട് നമുക്ക് നീതി പുലർത്തേണ്ട ഒരു സമയമാണ്. ആ ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് മഹേഷിൻ്റെ ആ സ്മരണ ഒന്ന് പുതുക്കാം. സ്വർഗം என்பது நமக்கு சுத்தம் உள்ள வீடுதான், சுத்தம் என்பதை மறந்தால் நாடும் குப்பை மேடுதான். சொர்க்கம் என்பது நமக்கு சுத்தம் உள்ள வீடுதான், சுத்தம் என்பதை மறந்தால் നാടും കുപ്പൈ മേടുതാൻ. റഹ്മാൻ പാടിപ്പിച്ചുകൊടുത്തിട്ട് ശ്രീനിയുടെ ഗ്രാഫ് അങ്ങ് തെളിഞ്ഞു. പിന്നെ ശ്രീനിക്ക് നിരാശ വേണ്ടി വന്നില്ല. ഫുൾ ഓഫ് കോൺഫിഡൻസ്. Then the world was my stage. മാറി. ഭാര്യ എന്ത് പറഞ്ഞു? ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യം പറഞ്ഞേക്കണം. പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഷി വാസ് വെരി ഹാപ്പി. എൻ്റെ ഭാര്യയ്ക്കല്ല മാക്സിമം സന്തോഷവും. എനിക്ക് ഒരു നല്ലതുണ്ടാകുമ്പോൾ ഷീ ഈസ് ദ ഹാപ്പിയസ്റ്റ്. എനിക്ക് ഒരു കഷ്ടം വരുമ്പോൾ ഷീ ഈസ്. ജോലി രാജിവെച്ച് നീ പിച്ചെടുക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ അച്ഛനെന്ത് പറഞ്ഞു? അല്ല, എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞില്ല. അല്ല ശ്രീനി, ഏതച്ഛനും അങ്ങനെ പറയുള്ളായിരുന്നു. അതന്നെ. അല്ല, എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മകൻ്റെ നന്മയെ കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലേ എനിക്കറിഞ്ഞൂടാ ഇത്രയൊക്കെ കാശ് വരുമെന്ന്. ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ ഈ കാശ് നോക്കിയിട്ടല്ല അതിൻ്റെ അകത്ത് വന്നത്, നിങ്ങൾ ഈ കാശാണ് നോക്കുന്നത്. അല്ല, ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെയുള്ളൂ. എനിക്ക് സ്റ്റെബിലിറ്റിയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. എനിക്കറിഞ്ഞൂടായിരുന്നു ഇത്രയൊക്കെ കിട്ടും, സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സാധ്യതകളാണ് നിങ്ങൾ നോക്കിയത്, ഞാൻ അതല്ല നോക്കിയത്. എൻ്റെ ഒരു സന്തോഷം, എൻ്റെ സംഗീതത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു എൻ്റെ ഒരു ആഗ്രഹം, അതാണ് ഞാൻ നോക്കിയത്. അതുകൊണ്ടാണ് ഇത്രയും കാശ് വന്നത് ഞാൻ പറഞ്ഞു. നമ്മവർ കഴിഞ്ഞു, റഹ്മാൻ്റെ പാട്ട് പാടി ശ്രീനി ഒരു സ്റ്റാറായി. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ശ്രീനിയുടെ തലയൽപ്പം ഉയർന്ന. പിന്നീട് പഴയ ആൾക്കാരെ കണ്ടപ്പോൾ ഇപ്പം പഴയ ശ്രീനി അല്ലല്ലോ. അത് ഞാൻ മാറിയിട്ടില്ലല്ലോ, അവരുടെ. പക്ഷെ അവരുടെ സമീപനം മാറി. ഒരുപാട് ആൾക്കാരുടെ മാറി. ഒരുപാട് ആൾക്കാർ ശ്രീനി തോന്നത്തെ എന്തോന്നാ ശ്രീനി എന്നൊക്കെ പറഞ്ഞ് നിന്ന ആൾക്കാരൊക്കെ ഇത് റഹ്മാൻ്റെ വലിയ ഇഷ്ടപ്പെട്ട ഗായകനല്ലേ, ഇത് ആരാ വരുന്നത്? Those things happen in life. പക്ഷെ റഹ്മാൻ പിന്നെയും ശ്രീനിയെ വിട്ടില്ല, അവസാനം വരെ വിട്ടിട്ടില്ല, ഇതുവരെ വിട്ടിട്ടില്ല. റഹ്മാൻ ഇങ്ങനെ ശ്രീനിക്ക് എന്താണ് നിർലോഭം ഇങ്ങനെ അവസരങ്ങളും സ്നേഹവും ഒക്കെ ഇങ്ങനെ ചൊരിഞ്ഞു തന്നു. ശരിക്കും ഐ താങ്ക് ഹിം ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അത് ഐ ഡോണ്ട് നോ, മേ ബി സം, എനിക്ക് അങ്ങനെ വലിയ വിശ്വാസങ്ങളൊന്നും ഇല്ല. ബട്ട് ദർ ഇസ് സം പാസ്റ്റ് ജന്മം. വലിയ വിശ്വാസിയല്ലേ ശ്രീനി? ഭയങ്കര വിശ്വാസിയായിരുന്നു ഒരു കാലത്ത്, പിന്നെ നിർത്തി. പിന്നെ അതൊക്കെ ലൈഫ് ടീച്ചേഴ്സ് യു ദാറ്റ്
നമ്മളാണ് നമ്മുടെ ഡെസ്റ്റിനി നിർണ്ണയിക്കുന്നത്. അത് മാത്രം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഈവൻ യു കാൺട്ട് മേ ബി ചേഞ്ച് യുവർ യു ഹാവ് ടു ബി അവെയർ ദാറ്റ് യു ഹാവ് നോ ചോയ്സ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ ശ്രീനി കുറച്ചും കൂടി യുക്തിയിൽ ആശ്രയിക്കാൻ തുടങ്ങി. Absolutely. I'm almost 100% or 99% rationalist. ഇപ്പോഴും ഒരു പഴയൊരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ അമ്പലം ചുറ്റി അതാണ് ദാറ്റ് ഗേവ് മീ മൈ മ്യൂസിക് ഓൾ ദാറ്റ് നവരാത്രി മണ്ഡപം കച്ചേരി പത്മനാഭസ്വാമി കോവിലിൻ്റെ മറ്റേ ശിവേലിക്ക് വരുമ്പോൾ ആ നാസുരത്തിൻ്റെ കല്യാണി അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ സോ ഐ എം വെരി ഇമോഷണലി അറ്റാച്ച്ഡ് ടു ദോസ് തിങ്സ്. ഇതൊക്കെ ശ്രീനിയുടെ മിഡിൽ ഓഫ് ബ്ലാങ്കറ്റെ കിടപ്പുണ്ടെങ്കിൽ തന്നെയും ശ്രീനി പിന്നീട് കുറച്ചും കൂടി യുക്തിയിലേക്ക് മാറി അല്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പം ഒരു പാട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി പൂജ ചെയ്യൂ? നെവർ. 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 പ്രാർത്ഥിക്കൂ? നെവർ. ഒന്നുമില്ല. ഒരു ബ്രാഹ്മണൻ, പ്രത്യേകിച്ച് ആര് പറഞ്ഞു ബ്രാഹ്മണൻ? പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ഉണ്ടോ? സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അന്ധവിശ്വാസങ്ങളുടെ വിളനിലമായിട്ടുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഈ വിശ്വാസത്തെയൊക്കെ എങ്ങനെ തിരിച്ചതെങ്ങനെ? അത് നമ്മൾ ലൈഫ് നമ്മളിങ്ങനെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് യു ഷുഡ് ലേൺ. ഇഫ് ലൈഫ് ഡസൻ ടീച്ച് യു ദിസ്, പിന്നെ പൂർണ്ണ മനുഷ്യനായി മാറിയ ആൾക്കാർ പിന്നീട് വാലുകെളുത്ത് പഴയതിലേക്ക് പോകുമ്പോൾ ശ്രീനി ഉള്ള വാല് മുറിച്ച് കളഞ്ഞ് ശ്രീനി ഐ എം എ ബിഗ് ഫാൻ ഓഫ് വുഡി അലൻ. യെസ്. ഒരുപക്ഷെ അതുകൊണ്ടാണ് കിഷോർ കുമാർ വുഡി അലനുമാണ് ശ്രീനിയുടെ ദൈവങ്ങൾ. മെഹദി ഹസൻ, മേദികസ്, കുമാർ ഗന്ധർവ, ശമംകുടി ശ്രീനിവാസ അയ്യർ, PG വുഡ്ഹൗസ്. ശ്രീനിയുടെ കയ്യിൽ കിടക്കുന്ന മോതിരത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച്? ദിസ് ഇസ് മൈ വൈഫ്സ് ഡൂയിങ്. ഷീ വിൽ ഗോ ടു മൈ ചിറ്റപ്പൻ ആൻഡ് മേക്ക് മീ വെയർ ഓൾ ദിസ്. അതിപ്പോൾ ഭാര്യയുടെ ചെലവിൽ എഴുതി വെച്ചിരിക്കുകയാണ്. യു ആസ്ക്. ഈ കലികളിലൊന്നും പ്രത്യേകിച്ചൊരു വിശ്വാസമൊന്നുമില്ല? ഇതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ശ്രീനിക്ക് വിശ്വാസമില്ല? ഇല്ല. ശ്രീനി, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഇന്ന് അന്ധവിശ്വാസങ്ങളുടെ ഒരു കോട്ടക്കുത്തരങ്ങാണ്. എല്ലാവരും അന്ധവിശ്വാസം. റോക്കറ്റ് വിടുമ്പോൾ തേങ്ങ ഉടയ്ക്കുന്ന രാജ്യം. അത് മനുഷ്യൻ്റെ ഇന്നസെൻസാണ് ശരിക്കും പറഞ്ഞത് അല്ലേ? ഒരുപക്ഷെ ശ്രീനി 10 വർഷക്കാലം ഒരു മാർക്കറ്റിംഗ് ഹെഡായിട്ട് ജീവിച്ചതിൻ്റെ പരിണതഫലമാണോ ഈ ഒരു യുക്തി? ആയിരിക്കാം. അവിടെ നിന്നായിരിക്കും ഈ തുടക്കം. അപ്പം ശ്രീനിയുടെ ഒരു രൂപപരിണാമം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നുവെച്ചാൽ മനുഷ്യൻ യുക്തിയിൽ അഭയം കൊള്ളുന്നു, യുക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ശ്രീനി പറയുന്നു. പക്ഷെ നമുക്ക് റഹ്മാനെ വിടാൻ സമയമായിട്ടില്ല. റഹ്മാൻ പിന്നീടും ബ്രേക്ക് തന്നു. മറ്റൊരു പടം ശ്രീനിയുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നാഴികക്കല്ലായി, മിൻസാരക്കൻ. എങ്ങനെയാണ് ആ പടം കിട്ടിയത്? ആ പാട്ട് കിട്ടിയത്? ആ പാട്ട് രാജീവ് മേനനാണ് ഫുള്ളി റെസ്പോൺസിബിൾ. ആ സമയങ്ങളിലാണ് ദാറ്റ് ഇസ് ദ ടൈം റഹ്മാൻ എൻ്റെ അടുത്ത് വളരെ കോൺഫിഡൻസ് വന്ന സമയമാണ്. അപ്പോൾ ഈ ആദ്യം ട്യൂൺ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്തിട്ട് എന്നെ പാടാൻ പറയും. അപ്പോൾ ഇത് എന്നെ പാടാൻ പറഞ്ഞ റീസൺ വൈരമുത്തു സാറിന് ട്യൂൺ മനസ്സിലാവുന്നില്ല, അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് പാടി കൊടുക്കാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ട്യൂൺ പാടി അയച്ചു. വൈരമുത്തു സാർ റോട്ട് ലിറിക്സ് ആൻഡ് ഗേവ് ഇറ്റ് ബാക്ക്. അപ്പോൾ ഞാൻ വീണ്ടും മുഴുവൻ പാട്ട് പാടി. ഈ പാടി കഴിഞ്ഞിട്ട് രാജീവ് മേനന് വലിയ ഇഷ്ടമായി ഞാൻ പാടിയത്. റഹ്മാൻ സെഡ് നോ, വിൽ ഗെറ്റ് SPB or somebody to do it. Srini is fantastic, but his switch on ആണല്ലേ, something he said. So രാജീവ് മേനൻ ഇപ്പോൾ ഭയങ്കര ഫ്രണ്ടാണ് എൻ്റെ. എനിക്ക് ആഫ്റ്റർ ദാറ്റ് വി ബിക്കേം വെരി ക്ലോസ്. അന്ന് രാജീവായിട്ട് അത്ര വലിയ സൗഹൃദമില്ല. ഹി വാസ് എ ബിഗ് ഡയറക്ടർ, അത്രയേ ഉള്ളൂ. നമ്മളൊരു അവിടെ സാധാരണ ഒരു ട്രാക്ക് സിംഗർ. ബട്ട് രാജീവ് വളരെ മ്യൂസിക്കലാണ്. ഹീ സെഡ് ഐ ലൈക്ക് ശ്രീനീസ് വോയിസ്, വി വിൽ സ്വിച്ച് ഹിം ഓൺ എന്ന് പറഞ്ഞാണ്. സോ ഐ ഹാവ് ടു താങ്ക് രാജീവ് ഫോർ ദാറ്റ്. രാജീവിൻ്റെ ഒരു ധൈര്യമാണ്. രാജീവിൻ്റെ ഒരു കൺവിക്ഷൻ. റഹ്മാൻ എങ്ങനെ പിന്നെ അവസാനം എങ്ങനെ കൺക്ലൂഡ് ചെയ്തത്? റഹ്മാൻ വാസ് വെരി ഹാപ്പി ടു ഗിവ് മീ എനിത്തിങ് ബിക്കോസ്
എന്നെ വലിയ ഇഷ്ടമാണ്. വാട്ട് എവർ ഇറ്റ് ഇസ് ഹി യൂസ് ലൈക്ക് മീ. That's how that song happened. Hoo la la la, hoo la la la, hoo la 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 la. 3 ലാംഗ്വേജിൽ ഞാൻ പാടിയത്. एक बगिया में रहती है एक मैना, पूछती है कि बोलो क्या है कहना, मेरा रंग हंसी है क्या, मेरा अंग हंसी है क्या, कभी पूछे तो मेरा जवाब यही होगा. हू ला ला ला, हू ला ला ला, हू ला 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 ला.